നമ്മുടെ ഡെമേഴ്സിൽ വീണ്ടും വൊറേലിസിന്റെ അടുത്ത് നിന്ന് പുള്ളിക്കാരിക്ക് പറയാനുള്ള രഹസ്യങ്ങളൊക്കെ പറയുവാണ്. ഒരു കൺഫെഷൻ എന്ന് കൂട്ടിയോ. ഇതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന റോബോട്ടിക് വാസിനെ പറ്റിയും അവരുടെ നിയമങ്ങളെ പറ്റിയും ഒരു സീറോത്ത് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നതിനെ പറ്റിയും പിന്നീട് ക്ലിയോണിക് സിസ്റ്റത്തിന്റെ തുടക്കവും ഡെമേഴ്സിൽ എങ്ങനെ ക്ലിയോണിന്റെ സേവകയായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ 300 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഡെമേഴ്സിൽ പറയുന്നത്. അതായത് ഫൗണ്ടേഷൻ രൂപീകൃതമാവുന്ന ആ ഒരു സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ. അന്ന് ഹാരി സെൽഡൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സൈക്കോ ഹിസ്റ്ററി പഠനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടതിന് ശേഷം എംബേസ് അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുണ്ട്. ഹാരിയെയും അദ്ദേഹത്തിന്റെ മാത്ത് ശരിയാണെന്ന് പറഞ്ഞ് ഗെയിലിനെയും അറസ്റ്റ് ചെയ്ത് അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴാണല്ലോ സ്റ്റാർ ബ്രിഡ്ജ് തകരുന്നത്. സ്റ്റാർ ബ്രിഡ്ജ് തകർന്നതുകൊണ്ട് മാത്രമാണ് എംബേസ് അവരുടെ തീരുമാനം മാറ്റി ഹാരി സെൽഡനും ഗെയിലിനും ഒക്കെ ടെർമിനസിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് സ്റ്റാർ ബ്രിഡ്ജിന്റെ പതനത്തിന് കാരണം? അനാക്രിയോൺസും തെസ്പിയസും ഒക്കെയാണെന്ന് എംബേസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. അല്ലല്ല, അവര് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഡെമേഴ്സിൽ എംബേസിന് തെളിവ് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർ ബ്രിഡ്ജ് തകർക്കാൻ യൂസ് ചെയ്ത ബോംബ് ക്രിയേറ്റ് ചെയ്ത സ്ഥലം ഡെമേഴ്സലിന്റെ നേതൃത്വത്തിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ ബോംബ് ക്രിയേറ്റ് ചെയ്തവരെ കൊന്നുകളയുകയും ബ്ലാസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് ഒക്കെ എംബേസിന് കാണിച്ചു കൊടുത്ത് അതിലൊരാൾ അനാക്രിയോൺ ആണ്, അയാൾ ഒരു അനാക്രിയോൺ സ്ലോഗൻ പാടിയിരുന്നുവെന്നും മറ്റൊരാൾ തെസ്പിയനാണ്, അയാൾ തെസ്പിയൻ ലാംഗ്വേജിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ എംബേസിന് പറഞ്ഞു കൊടുത്ത് എല്ലാ കുറ്റവും ഈ 2 പ്ലാനറ്റ്സിന് മേൽ അടിച്ചേൽപ്പിച്ച് ആ പ്ലാനറ്റിലെ ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായ ആ ഒരു ഇൻസിഡന്റ് ശരിക്കും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഡെമേഴ്സലാണ്. യെസ്, കേട്ടത് ശരിയാണ്. ഡെമേഴ്സലാണ് ബോംബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതും സ്റ്റാർ ബ്രിഡ്ജ് തകർത്തതും ഒക്കെ. ഒറേലിസിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാട്ട്, സ്റ്റാർ ബ്രിഡ്ജ് തകർത്തത് നിങ്ങളാണോ? എന്തിന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എംപയറിന് എന്ത് ഗുണം? ഫൗണ്ടേഷന് വേണ്ടിയാണ് താൻ സ്റ്റാർ ബ്രിഡ്ജ് തകർത്തത് എന്നാണ് ഡെമേഴ്സിൽ പറയുന്നത്. ഹാരി സെൽഡനെ കൊന്നുകളയാൻ എംബേഴ്സ് തീരുമാനിച്ചിരുന്നു. അവർ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ കാരണം സ്റ്റാർ ബ്രിഡ്ജിന്റെ പതനമാണ്. ഹാരി പ്രഡിക്ട് ചെയ്ത നാശത്തിലേക്കാണ് ഗാലക്സി പോകുന്നത്, അതിന്റെ തുടക്ക സൂചനയാണ് ഇത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഫൗണ്ടേഷൻ നിർമ്മിക്കാൻ വേണ്ടി ഹാരി സെൽഡനെയും ഗെയിലിനെയും ഒക്കെ ഡെലിവറൻസ് ഷിപ്പിൽ ടെർമിനസിലേക്ക് അയക്കാൻ സമ്മതിക്കുന്നത്. ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടെ വരാനിരിക്കുന്ന ഡാർക്ക് ഏജസിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടും. എംപയർ സിസ്റ്റം കുറച്ചു നാളോടെ സർവൈവ് ചെയ്യാൻ അത് കാരണമാകും. നിയർ ടേമിൽ ആലോചിക്കുമ്പോൾ ഡെമേഴ്സിൽ ചെയ്തത് ഗലാക്ടിക് എംപയറിന് ഒരു തരത്തിൽ ഗുണമാണ്. കുറെ നാളോടെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് കരുതി ഫൗണ്ടേഷൻ ഉണ്ടായെന്ന് കരുതി ഈ ഗലാക്ടിക് എംപയർ എന്നേക്കും ഇതുപോലെ തുടരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹാരി സെൽഡന്റെ പ്രവചനം അനുസരിച്ച് എന്തായാലും എംപയർ തകരും. അങ്ങനെ ലോങ് ടേമിൽ ആലോചിക്കുമ്പോൾ സ്റ്റാർ ബ്രിഡ്ജ് തകർത്തതും ഡെമേഴ്സൽ അന്ന് കോടിക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞതും ഒക്കെ ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ? ഡെമേഴ്സൽ എത്രമാത്രം ക്ലിയോണിക് സിസ്റ്റത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാം. അവൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ക്ലിയോണിക് സിസ്റ്റം തകരാതെ പിടിച്ചു നിർത്താൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാർ ബ്രിഡ്ജ് തകർന്നു വീണ് ഒരുപാട് ആളുകൾ മരിച്ചു. അത്രയും ആളുകളുടെ മരണത്തിന് കാരണമായത് ഡെമേഴ്സലിന് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് അവൾ പറയുന്നുണ്ട്. എത്രയധികം വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് അവൾക്ക് പുറത്തു വരാൻ സാധിക്കത്തില്ല. അതിനുള്ളിൽ തന്നെ ട്രാപ്ഡായി കാലാകാലങ്ങളോളം എല്ലാ തരത്തിലുള്ള ഇമോഷൻസും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഒരു ഫ്രീഡവും ഇല്ലാതെ ജീവിക്കേണ്ട അവസ്ഥ. ഇതെല്ലാം അവസാനിപ്പിച്ച് എങ്ങോട്ടെങ്കിലും പോവുക, ഓർ ഈവൻ സ്വയം അവസാനിപ്പിക്കുക, മരിക്കുക, ഇതുപോലും ഡെമേഴ്സലിന് ഒരു ഓപ്ഷൻ അല്ല. ഒറേലിസ് ഡെമേഴ്സലിനോട് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ, അതായത് നമ്മുടെ ഡെമേഴ്സൽ ജനറൽ ആയിരിക്കുന്ന സമയത്ത്, ഇവള് ക്ലിയോണിന്റെ കൺട്രോൾ ആവുന്നതിന് മുമ്പായിരുന്നു ഹാരി സെൽഡനും ഈ ഫൗണ്ടേഷൻ ഐഡിയ ഒക്കെ വരുന്നതെങ്കിൽ ഡെമേഴ്സൽ ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവൾ പറയുന്നത്. ക്ലിയോണിന്റെ കൺട്രോളിലല്ലാത്ത ഡെമേഴ്സൽ ക്ലിയോണിന്റെ കൺട്രോളിലുള്ള ഈ ഡെമേഴ്സലിനെ മീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ക്ലിയോണിന്റെ കൺട്രോളിലുള്ള ഗലാക്ടിക് എംപയർ തകരാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഈ ഡെമേഴ്സലിനെ ആ ജനറൽ ഡെമേഴ്സൽ കൊന്നുകളയുമെന്ന് പറയുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഡെമേഴ്സൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഫൗണ്ടേഷന് വേണ്ടി, ഗാലക്സിയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട റോബോട്ട് ആയിരുന്നു ഇവള്. ഗലാക്ടിക് എംപയർ സിസ്റ്റം മുഴുവൻ തെറ്റാണ്, ഫൗണ്ടേഷനാണ് ശരി, ഫൗണ്ടേഷനാണ് ഗാലക്സിക്ക് നല്ലത് ചെയ്യുന്നത് എന്ന് ഇവള് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ ബോധമുണ്ടെങ്കിലും ഇവൾക്ക് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇവളെ സമ്മതിക്കുന്നില്ലല്ലോ. ഡെമേഴ്സലിന് ഇനിയും അവസരങ്ങളുണ്ട്. എംപയറിന്റെ കൺട്രോൾ വിട്ട് പുറത്തു വന്ന് മറ്റൊരു ഫോമിൽ ഗാലക്സിക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒറേലിസ് ഒരുമാതിരി അങ്ങ് നിർബന്ധിച്ചപ്പോൾ എടുത്തുചാടി ഡെമേഴ്സൽ ദേഷ്യപ്പെട്ട് സ്കിന്നൊക്കെ മാറ്റി ഒറിജിനൽ ഫോം കാണിച്ച് ഒറേലിസിനെ പേടിപ്പിച്ച് ഇവരെ പോലെ തീരുമാനം എടുക്കാൻ തനിക്ക് സാധിക്കില്ല, താനൊരു റോബോട്ടാണ്, ഹ്യൂമൻ അല്ല എന്നൊക്കെ പറയാണ്. അവിടുന്ന് കട്ട് ചെയ്താൽ ഇഗ്നിസ് പ്ലാനറ്റിൽ എത്തുന്ന നമ്മുടെ ഹാൻ പ്രിച്ചറിനെയാണ് കാണിച്ചിരുന്നത്. വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ ചിന്തിക്കുന്ന എനിക്ക് മനസ്സിലാവും. ഹാൻ പ്രിച്ചർ ഫൗണ്ടേഷൻ 1 ആളല്ലേ? ഇവൻ എങ്ങനെ ഫൗണ്ടേഷൻ 2 പറ്റി അറിയാം? ഫസ്റ്റ് ഫൗണ്ടേഷനിലുള്ള സാധാരണ ഹ്യൂമൻസിന് സെക്കൻഡ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ലല്ലോ. യെസ്, അതൊക്കെ ശരിയാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹാൻ പ്രിച്ചർ ശരിക്കും സെക്കൻഡ് ഫൗണ്ടേഷനിലെ ആളാണ്. ഇവനും ഒരു മെന്റാലിക് ആണ്. മ്യൂളിനെ മീറ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് മ്യൂൾ അയാളുടെ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. ഗെയിൽ ഡോണിക് എവിടെ എന്നാണ് മ്യൂൾ ഇവനോട് ചോദിച്ചത്. അതിനർത്ഥം ഇവന് ഗെയിൽ ഡോണിക്കിനെ അറിയാം, സെക്കൻഡ് ഫൗണ്ടേഷന്റെ ഭാഗമാണ് ഇവൻ. ഇവനിലൂടെ ഗെയിലിനെ പറ്റി മനസ്സിലാക്കാൻ മ്യൂൾ ശ്രമിച്ചിരുന്നെങ്കിലും അങ്ങേർക്ക് പറ്റിയില്ല. ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് സ്പീക്കർ പ്രീം പാൽവർ നമ്മുടെ ഹാനിനെ കെട്ടിപ്പിടിച്ച് വെൽക്കം ചെയ്തിട്ട് ഇൻബറിന്റെ ഷിപ്പിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫൗണ്ടേഷന്റെ മേയർ ഇൻബറിന്റെ ഷിപ്പ് അടിച്ചു മാറ്റിക്കൊണ്ടാണല്ലോ ഇവൻ വന്നത്. ഈ ഷിപ്പിന്റെയും പേര് ഇൻബർ തന്നെ കേട്ടോ. വാട്ട് എവർ. ഇവിടെ ഹാൻ നേരെ നമ്മുടെ ഗെയിലിന്റെ അടുത്ത് ചെന്നു. രണ്ടാളും കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കെട്ടിപ്പിടിച്ചു, കിസ് ചെയ്തു. വെൽ, ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ റേഷ് ഫോസ്റ്റർ മരിച്ചിട്ട് 100-300 വർഷമായില്ലേ. ഹാൻ പ്രിച്ചറിന് ഫസ്റ്റ് ഫൗണ്ടേഷനിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, സെക്കൻഡ് ഫൗണ്ടേഷനിൽ നമ്മുടെ ഗെയിലും ഉണ്ട്. തെറ്റു പറയാനൊന്നുമില്ല, ഇത് സ്നേഹമല്ലേ, പ്രേമമല്ലേ. ഗാലക്സി മുഴുവൻ പല പ്ലാനറ്റിൽ പോയി ഓരോ പ്ലാനറ്റിൽ നിന്ന് ഓരോരുത്തരെ അങ്ങ് പ്രേമിക്കണം. ഇവന് മാത്രമല്ല, അവൾക്കും ഇതൊക്കെ ബാധകമാണ്. ഗാലക്സി മുഴുവൻ അങ്ങനെ സ്നേഹം കൊണ്ട് പ്രകാശിക്കട്ടെ, എന്തിനാ വെറുതെ തമ്മിൽ തല്ലുന്നേ. വാട്ട് എവർ. മ്യൂളിനെ നേരിട്ട് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ
നമ്മുടെ ഗെയിലിനോട് പറഞ്ഞു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ, മ്യൂളിനെ കണ്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീം പാൽവറിന്റെ സഹായത്തോടെ ഇവർ 3 പേരും കാണുന്നുണ്ട്. മ്യൂൾ ഒരു മെന്റാലിക് ആണെന്ന് മനസ്സിലാക്കി അങ്ങേര് ഇവന്റെ തലയിലേക്ക് കയറാതിരിക്കാൻ, ഇവനെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ ഹാൻഡ് പ്രിച്ചർ ശ്രമിച്ചിരുന്നെങ്കിലും പൂർണ്ണമായും അതിൽ വിജയിക്കാനായില്ല. അയാൾ ഭയങ്കര പവർഫുൾ ആണ്. ഗെയിലിനെ പറ്റി മനസ്സിലാക്കാനും ഇവളുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാനുമാണ് മ്യൂൾ ശ്രമിച്ചത്. ഗെയിലിന്റെ പേര് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഇവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇഗ്നിസ് എന്നൊരു പ്ലാനറ്റ് ഉണ്ടെന്നും സെക്കൻഡ് ഫൗണ്ടേഷൻ ഇവിടെയാണെന്നും മ്യൂൾ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. മ്യൂൾ നമ്മുടെ ഗെയിലിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ച പോലെ ഇപ്പോൾ കണ്ട വിഷനിലൂടെ അങ്ങേരെ പറ്റി മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രീം പാൽവർ അയാൾ പാർട്ടി നടത്താൻ വേണ്ടി ആ ഒരു ക്ലബ്ബ് ചൂസ് ചെയ്തതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. അവിടുത്തെ മ്യൂസിക്, മാഗ്നിഫിക്കോയുടെ മ്യൂസിക് നമ്മുടെ പ്രീം പാൽവർക്ക് പോലും, ഡഫായിട്ടുള്ള ഈ മനുഷ്യന് പോലും ഫീൽ ചെയ്യാൻ പറ്റിയത്രേ. വിച്ച് മീൻസ് മ്യൂളിന്റെ മെന്റാലിക് പവേഴ്സ് ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് മാഗ്നിഫിക്കോയുടെ മ്യൂസിക് അങ്ങേര് യൂസ് ചെയ്തിരുന്നു. വെറുതെ അല്ല മാഗ്നിഫിക്കോയെ മിസ്സായതിന്റെ ദേഷ്യത്തിൽ കൈ കിട്ടിയ ഇമ്പീരിയൽ സോൾജേഴ്സിനെ എല്ലാം അങ്ങേര് വകവരുത്തിയത്. മ്യൂള് പാർട്ടി നടത്താൻ തീരുമാനിച്ചതും കുറെ ആളുകളെ എപ്പോഴും അയാൾക്ക് ചുറ്റും നിർത്തുന്നതിൽ നിന്നും ഒരു അനുമാനത്തിലെത്താം. അതായത് അവൻ ലോൺലിയാണ്, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെയോ ചതി നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവന്റെ പാസ്റ്റ് അത്ര നല്ലതായിരിക്കില്ല. കൂടാതെ അവൻ സെക്കൻഡ് ഫൗണ്ടേഷനെ പറ്റിയും നമ്മുടെ ഗെയിലിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഒരു ഊഹത്തിലെത്താം. വിച്ച് ഈസ് അവൻ ഇവരെ ഭയക്കുന്നുണ്ട്, ഗെയിൽ ഡോണിക്കിനെ ഭയക്കുന്നുണ്ട്. മ്യൂൾ ആഗ്രഹിക്കുന്ന പോലെ ഗാലക്സി മുഴുവൻ പിടിച്ചടക്കുന്നതിൽ അവൻ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ ഗെയിലിന്റെ സൈഡിൽ നിന്നായിരിക്കാം എന്നൊരു ഭയം. ഇതിനുശേഷം നമ്മുടെ ഗെയിൽ ഹാൻ പ്രിച്ചറിനോട് ഡോൺ എംപയർ ഇപ്പോൾ ഇവൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങേരെ യൂസ് ചെയ്ത് മ്യൂളിനെതിരെ ഒരു ആക്രമണം നടത്താം എന്ന് കരുതി മ്യൂളിനെ അങ്ങ് ഇല്ലാതാക്കാമെന്നൊന്നും ഇവൾ വിചാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ഫസ്റ്റ് ഫൗണ്ടേഷൻ റെഡി ആയിരിക്കണം, ഹാൻ പ്രിച്ചർ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അധികം വൈകാതെ വോൾട്ട് തുറക്കുമെന്നും ഹാൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഹാരി സെൽഡനും പുറത്തു വരുന്നുണ്ട്. എംപയർ മ്യൂളിനെതിരെ ആക്രമണം നടത്തിയാൽ പിന്നെ അത് ഫൗണ്ടേഷന് വലിയൊരു പ്രശ്നമാകുമെന്ന് ഇവർക്ക് നല്ല ബോധമുണ്ട്. ഫസ്റ്റ് ഫൗണ്ടേഷന് അപ്പോഴേക്കും ഫസ്റ്റ് ഫൗണ്ടേഷൻ എതിർക്കാൻ റെഡി ആയിരിക്കണം അത്രേ. എല്ലാം ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഫസ്റ്റ് ഫൗണ്ടേഷന്റെ തലപ്പത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ആ മേയർ ഇൻബറാണ്. ഇൻബറിനെ പോലെ ഒരു മുതുപൊട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇത് എങ്ങനെയാവും ഏതാവുമെന്ന് ഹാൻ പ്രിച്ചർ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹാൻ അയാളുടെ ഷിപ്പ് അടിച്ചു മാറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ അയാൾ പറയുന്നൊക്കെ കേട്ടില്ലെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ആയിരുന്നു വാണിംഗ്. ഇനി ഇവൻ തിരിച്ചു ചെന്നാൽ അയാൾ എങ്ങനെ ഡീൽ ചെയ്യും, ഇവനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം. ഇപ്പോഴും ഗെയിലിനെ പേടിപ്പിക്കുന്ന ഒരു വിഷൻസ് ഒക്കെ അവൾ കാണാൻ പറ്റുന്നുണ്ട്. മ്യൂൾ ഇവളെ തേടി വന്ന് ഇവളുടെ കഴുത്തിന് പിടിച്ച് എവിടെ സെക്കൻഡ് ഫൗണ്ടേഷൻ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഈ വിഷൻസ് ഇവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും വരാനിരിക്കുന്ന പോസിബിലിറ്റി എല്ലാം ലീഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലേക്കാണോ എന്ന് സംശയം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മ്യൂൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഗാലക്സിക്ക് ദോഷമേ ചെയ്യൂ. ഇതൊക്കെ പറഞ്ഞ് മ്യൂൾ ഇങ്ങനെ ആശങ്കപ്പെടുമ്പോൾ നമ്മുടെ ഹാൻ അവളെ സമാധാനിപ്പിച്ച് രണ്ടാളും വെള്ളത്തിലിറങ്ങി മ്യാമനും മാമിയും തുണിയൊക്കെ അഴിച്ച് നല്ലതായിട്ട് അടിച്ച് നനച്ച് കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഹാൻ പ്രിച്ചറിന്റെ ഒരു കാര്യമേ, ഇതൊക്കെ ഫസ്റ്റ് ഫൗണ്ടേഷനിലുള്ള ഇവന്റെ ഗേൾഫ്രണ്ട് സെഫോൺ അറിഞ്ഞാൽ പിടിച്ചു വെച്ച് അരിയും അവള്. ഇതേസമയം ഫസ്റ്റ് ഫൗണ്ടേഷനിൽ ഹാരി സെൽഡനെ മീറ്റ് ചെയ്തതിനു ശേഷം എബ്ലിംഗ് മിസ് അവിടുത്തെ മേയറിന്റെ അടുത്ത് നിന്ന് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ട്രാൻഡറിലുള്ള ഫൗണ്ടേഷൻ അംബാസിഡർ ക്വെന്റിനെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരിയോടും ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഹാരി സെൽഡൻ വോൾട്ട് തുറന്ന് പുറത്തു വരാറായി. അടുത്ത എക്ലിപ്സ് ഉണ്ടാകുമ്പോൾ ഏകദേശം ഇപ്പോൾ മുതൽ ഒരു 75 മണിക്കൂർ കാണും. വോൾട്ട് തുറന്നു വന്ന് ഹാരി ഫൗണ്ടേഷൻ മെമ്പേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന ടെർമിനസ് തകർക്കുന്നതിന് മുമ്പ് ഹാരി സെൽഡൻ അദ്ദേഹത്തിന്റെ പ്രൈം റേഡിയന്റ് എംബേഴ്സിന് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മുടെ ക്വെന്റ് അറിയുന്നത്. ശത്രുവിന്റെ കയ്യിൽ പ്രധാനപ്പെട്ട വെപ്പൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ ഷോക്ക് ആവത്തില്ലേ? ഓക്കെ മിസ്റ്റർ എബ്ലിംഗ്, ഹാരി നിങ്ങളോട് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാ അദ്ദേഹം എംബേഴ്സിന് പ്രൈം റേഡിയന്റ് കൊടുത്തേ? അതിന്റെ റീസൺ എന്താ? ക്വെന്റ്, ഞാനിത് ചോദിച്ചായിരുന്നു, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ അടിച്ച് പുറത്താക്കി. ഉടനെ മേയർ ഇൻബർ ചാടി എണീറ്റ് ഡേ തേർഡ് ക്രൈസിസ് നമ്മുടെ മൂട്ടി വന്ന് നിൽക്കുക, ആരോടും പറയാതെ വോൾട്ടി പോയി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മനുഷ്യന്റെ അണ്ണാക്കി കയറി ചൊറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എബ്ലിംഗ് മിസിനെ കുറ്റം പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു സൈഡിലെ പ്രശ്നങ്ങൾ. ഇതും പോരാഞ്ഞ് കാൽഗൻ പ്ലാനറ്റിലെ ടോർണും ബെയ്റ്റയും ഒക്കെ ചെന്ന് കാണിച്ചതിനും നമ്മുടെ ക്വെന്റിന് എംബേഴ്സിനോട് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. ഡെസ്കംപെയർ അവരെയൊക്കെ കാണിച്ചു കൊടുത്ത് ഇത് നിങ്ങളുടെ അറിവോടല്ലേ നടന്നത്, ഫൗണ്ടേഷനല്ലേ ഇത് ചെയ്തു നോക്കി ചോദിച്ചപ്പോൾ അല്ലെമ്പയർ അങ്ങനെയല്ല, ഇവരൊക്കെ ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പാണ്, ഫൗണ്ടേഷനുമായിട്ട് ഇവർക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. കാൽഗനിലുണ്ടായ ഈ ആക്രമണത്തിൽ ഫൗണ്ടേഷന് യാതൊരു ബന്ധവുമില്ല, ഫൗണ്ടേഷൻ അല്ല അത് ചെയ്തത്. ആക്ച്വലി അവരെ പറ്റി ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ടോർണയും ബെയ്റ്റയും പിന്നെ ബല്ലഡിയറിനെയും ഒക്കെ കണ്ടുപിടിച്ച് എന്താ ഏതാ സംഭവം എന്ന് തിരക്കിയിട്ട് കാര്യം അറിയിക്കാം. ആഹാ, അപ്പൊ എംപയറിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഫൗണ്ടേഷൻ തന്നെ അവരെ ട്രാക്ക് ചെയ്ത് ഫൗണ്ടേഷന്റെ ആളുകൾ തന്നെ അവരെ ചോദ്യം ചെയ്ത് എന്നിട്ട് എന്താ ഏതാന്ന് ഞങ്ങളെ അറിയിച്ചോളൂ അല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ക്വെന്റ് എടുത്ത വായില്, എംപയർ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി. പ്രൈം റേഡിയന്റ് നോക്ക്, അതിലെന്താ കാണുന്നതെന്ന് മനസ്സിലാക്കാലോ. ഡെമേഴ്സിലും ഡെസ്കംപെയറും ഞെട്ടിപ്പോയി. പ്രൈം റേഡിയന്റ് തങ്ങളുടെ പക്കലുണ്ടെന്നുള്ള കാര്യം ഇവരും മനസ്സിലാക്കിയല്ലോ. ഡെസ്കംപെയർ ഇനിയും ഇതൊരു രഹസ്യമായിട്ട് വെക്കുന്നില്ല. ഡെമേഴ്സലിന്റെ കയ്യിൽ നിന്ന് പ്രൈം റേഡിയന്റ് വാങ്ങി നമ്മുടെ ക്വെന്റിനെയും കൂട്ടിക്കൊണ്ടുപോയി. എന്തേ നോക്കിക്കോ, ഇതിങ്ങനെ വെച്ച് ഇതിന്റെ പുറത്ത് 2 തവണ തട്ടി ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങനെ വെക്കുമ്പോ ഒന്നും വരുന്നില്ലല്ലോ. അല്ല, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ വരേണ്ടതാണ്, ഡെമേഴ്സിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ പറ്റി, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡെസ്കംപെയർ വീണ്ടും ശ്രമിച്ചപ്പോൾ പ്രൈം റേഡിയന്റിലെ മാത്ത് ഇവർക്ക് മുന്നിൽ വിസിബിളായി. അത്ഭുതത്തോടെ ക്വെന്റ് അത് നോക്കി നിന്നു. പ്രൈം റേഡിയന്റ് പുള്ളിക്കാരി ഇങ്ങനെ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഡെസ്കംപെയർ പുള്ളിക്കാരി ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് നാളായിട്ടുള്ള സൗഹൃദം എന്ന് തന്നെ പറയാം. ഗാലക്സിയിലെ 2 പ്രധാനപ്പെട്ട ഫോഴ്സുകളുടെ പ്രധാനപ്പെട്ട ആളുകളാണെങ്കിലും ഇരുവർക്കുമിടയിൽ ആ ഒരു സ്നേഹബന്ധമുണ്ട് എന്ന് പറയാം. രണ്ടാൾക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കേണ്ടവരാണ്. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഡേ എംപയർ ഫസ്റ്റ് ക്ലിയോന്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മെമ്മറി സമ്മൺ ചെയ്തു. ഗലാക്ടിക് എംപയർ സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇൻഹെറിറ്റൻസ്, അതായത് സോങ് ഉൾപ്പെടുന്ന മതവിഭാഗം, അവരെ പറ്റിയും പറയുന്നുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന എപ്പോഴോ നശിച്ചുപോയി എന്ന് ഇവരെല്ലാം വിചാരിച്ചിരുന്ന ആ മതത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ട്രാൻഡറിൽ 88ാമത്തെ ലെവലിൽ മൈക്കോജനിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള സത്യം തുറന്നു പറഞ്ഞു. ഇപ്പോൾ മൈക്കോജനിലേക്ക് പോയി സോങ്ങിന്റെ കൂടെ ജീവിക്കാനാണ് ഡേ എംപയർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഡെമേഴ്സിൽ ഇതിന് സമ്മതിക്കില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. വാണിംഗും തെറ്റിച്ചങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ ഡെമേഴ്സിൽ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഡേ എംപയറിനെ തന്നെ കൊന്നുകളഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ റെപ്ലിക്കന്റിനെ കൊണ്ടുവന്ന് ഭരണം നടത്തും. എംപയർ രഹസ്യങ്ങൾ അവിടെ സുരക്ഷിതമായിരിക്കും. മുമ്പ് ഒരു ഡോൺ എംപയർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇവർ ചെയ്തത്. സേഫ് ആയിട്ട് മൈക്കോജനിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. ഇപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്ന ഇവരുടെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയാൻ പറ്റുന്ന ഈ ഫസ്റ്റ് ക്ലിയോൺ മൈക്കോജനിൽ പോയിട്ടുണ്ട്. ആ ലോകം എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴത്തെ ഡേ എംപയർ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റോബോട്ട്സിനെ മനുഷ്യർ കൊല്ലാൻ ശ്രമിച്ചതും അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റോബോട്ട്സ് 80ാമത്തെ ലെവലിനും താഴേക്ക്, അതായത് ആ ഒരു മൈക്കോജൻ സെക്ടറൊക്കെ ഉൾപ്പെടുന്ന അങ്ങോട്ട് ഓടിപ്പോയതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ക്ലിയോൺ ഫസ്റ്റ് മൈക്കോജനിലേക്ക് പോയത്, ഇദ്ദേഹം തന്നെ നേരിട്ട് പോയത് എന്ന് ചോദിച്ചപ്പോൾ റോബോട്ട്സിനെ ആരാധിക്കുന്ന ആ ഒരു കൾട്ടിലുള്ളവർ യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്, സ്പെഷ്യൽ ടൂൾസ്. ആ ടൂൾസ് എടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അങ്ങോട്ട് പോയതെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പറഞ്ഞു വന്നപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഡേ എംപയറിന് മനസ്സിലാവുന്നുണ്ട് ഡെമേഴ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. ഗാലക്സിയെ മുഴുവൻ ഭരിക്കുന്ന എംപയർ ആണെന്നുണ്ടെങ്കിലും മൈക്കോജനിലെ ആളുകൾക്ക് ആ ഭയമൊന്നുമില്ലായിരുന്നു. ക്ലിയോൺ ഫസ്റ്റിനെ അവർ പേടിയോടെയല്ല നോക്കിക്കണ്ടത്. അവരുടെ പ്രീസ്റ്റുകളും മറ്റാളുകളും ഒക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാളെയും അങ്ങനെ സ്വീകരിക്കാറില്ല. നല്ല രീതിയിലായിരിക്കില്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയോൺ ഫസ്റ്റ് അവിടുന്ന് കളക്ട് ചെയ്യാൻ പോയ ടൂൾസ് അവിടെയുള്ള ആളുകൾ ഭയങ്കര വിശുദ്ധമായിട്ട് കാണുന്ന ടൂൾസാണ്. മൈക്കോജനിലുള്ള ആളുകൾ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു. സ്റ്റിൽ ക്ലിയോൺ അവരിൽ പ്രധാനികളെ കൊന്നുകളഞ്ഞ ആ ടൂൾസുമായിട്ടാണ് തിരിച്ചു വന്നത്. ഇങ്ങനെ എംപയറിനോട് വലിയൊരു പക മൈക്കോജനിലുള്ള ആളുകൾക്കുണ്ട്. ഇപ്പോഴും അതുണ്ടാവാം. എത്രയോ നാളുകൾക്ക് മുമ്പ് പൂർണ്ണമായും നശിച്ചു പോയി എന്ന് ഇവരൊക്കെ കരുതിയിരുന്ന മതം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫസ്റ്റ് ക്ലിയോൺ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പകവിട്ടാൻ ഇപ്പോഴും അവരിൽ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ടാവാം. മൈക്കോജനിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എംപയറിന് അങ്ങോട്ട് പൂർണ്ണമായ ഒരു ആക്രമണം നടത്താൻ പറ്റത്തില്ല. ട്രാൻഡറിന്റെ പ്രധാനപ്പെട്ട ഫുഡ് സോഴ്സ് ആണ് മൈക്കോജൻ. അവിടെയുള്ള ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് മുഴുവൻ പ്ലാനറ്റിനെയും പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് തുല്യമാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നമ്മുടെ ഡേ എംപയർ ഈ ഫസ്റ്റ് ക്ലിയോൺ ഡെമേഴ്സിനെ ഇഷ്ടപ്പെട്ടിരുന്നോ, ഡെമേഴ്സിൽ ഇദ്ദേഹത്തെ തിരിച്ചിഷ്ടപ്പെട്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പല എംപേഴ്സും ഡെമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറുന്നതും ഡെമേഴ്സിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈവൻ അവരുടെ ബെഡ്റൂം നീഡ്സ് പോലും സാധിച്ചു കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഡേ എംപയറുമായിട്ട് ഡെമേഴ്സിൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ ഈ ഡേ എംപയർ ഡെമേഴ്സിനോട് അങ്ങനെ അടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു റോബോട്ടാണ്. വികാരമില്ലാത്ത ഈ ഡേ എംപയർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫ്രീഡം കൊടുക്കാതെ പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു തോന്നലാണ് ഇദ്ദേഹത്തിന്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഡെമേഴ്സിനെ വെറുക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്ന സോങ്ങിനെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി എന്നുള്ളത് തന്നെ പ്രധാന റീസൺ. ഡേയുടെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാതെ ക്ലിയോൺ ഫസ്റ്റിന്റെ മെമ്മറി ഇദ്ദേഹത്തെ ബ്ലസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡേ ഇങ്ങേർക്ക് നേരെ ക്ലിയോൺ ഫസ്റ്റിന് നേരെ തുപ്പി വെച്ചിട്ട് അവിടുന്ന് മാറിപ്പോയി. നേരെ ഡെമേഴ്സലിന്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം പുള്ളിക്കാരി അവിടെ ടൂൾസ് യൂസ് ചെയ്ത് ബോഡിയൊക്കെ ഇങ്ങനെ മെയിൻ്റെനൻസ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പിടിയിട്ടിട്ടുണ്ടാവല്ലോ. ഇവളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൂൾ സെറ്റിനെ പറ്റിയാണ് ക്ലിയോൺ ഫസ്റ്റ് ഒരല്പം മുമ്പ് സംസാരിച്ചത്. മൈക്കോജനെ ചെന്ന് ഫൈറ്റ് ചെയ്ത് ഏതാണ്ട് 20,000-ഓളം ആളുകളെ കൊന്ന് ഡെമേഴ്സലിന് വേണ്ടി ക്ലിയോൺ ഫസ്റ്റ് കൊണ്ടുകൊടുത്ത ഈ ഒരു ടൂൾ സെറ്റ് ഡേ എംപയർ താൻ സ്നേഹിച്ചിരുന്ന സോങ്ങിനെ ഇവൾ തന്നെ നകറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗൊക്കെ അടിച്ച് ഡെമേഴ്സൽ അറിയാതെ നൈസായിട്ട് ആ ടൂൾ ബോക്സിൽ നിന്ന് ഒരു ചെറിയ ടൂൾ മാത്രം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആൾ നേരെ മേവന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. മേവൻ വീട്ടിൽ വന്നപ്പോൾ ഡേ എംപയർ അദ്ദേഹത്തിന്റെ പെറ്റിനെ മേവന്റെ കുഞ്ഞിന് കാണിച്ചു കൊടുത്ത് അതിന്റെ കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മേവൻ, പ്ലാനിൽ ഒരു മാറ്റമുണ്ട്. ഇനി സമയം കളയാനില്ല, നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം. എംപയറിനെ ഇവിടുന്ന് സേഫ് ആയിട്ട് പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ മേവന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. കൂടുതൽ സമയം കളയുന്നില്ല. എംപയർ ആവശ്യപ്പെട്ട പോലെ രണ്ടുപേരും പുറപ്പെട്ടു. ഇതേ സമയം നമ്മുടെ ഗെയിൽ ഡോണിക് ഡോൺ എംപയറിനെ കാണാൻ ട്രാൻഡറിലേക്ക് വരുന്നുണ്ട്. പ്രൊജക്ഷൻ അല്ല, നേരിട്ടിങ്ങി വന്നു. മ്യൂൾ സിറ്റുവേഷൻ അത്ര മോശമാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇവൾ നേരിട്ട് വന്നത്. ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്തിരുന്ന പോലെ കാൽഗൻ പ്ലാനറ്റിലേക്ക് ആർമി അയക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വരുന്നു. അതിനാദ്യം നമ്മുടെ ഡോൺ എംപയർ ഡേ ആവണം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവൻ ഡേ ആവും. ഇവന് സെൻട്രൽ ത്രോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് ധൈര്യമായിട്ട് കൗൺസിലിന് മുന്നിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കാൻ പറ്റുമല്ലോ. ഇതുവരെ എല്ലാം പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത്. കുറച്ച് ദിവസത്തെ ഒരു താമസം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഗെയിൽ നേരിട്ട് വന്ന് പ്ലാനിലൊരു മാറ്റമുണ്ട്, നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ചെയ്യേണ്ട, ഇപ്പൊ ഇവളോടൊപ്പം ചെല്ലാൻ പറയാണ്, ട്രാൻഡറിൽ നിന്ന് പുറത്തു പോകാൻ പറയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയം തന്നെ ആരൊക്കെയോ കുറച്ച് പേര് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നുണ്ട്. അവർ ഡോണിനെ ഫോളോ ചെയ്ത് വന്നതാണ്. എത്രയും വേഗം ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞ് ഗെയിൽ ഇദ്ദേഹത്തെയും വിളിച്ച് അവിടുന്ന് മാറിപ്പോകുന്നു. ഏതാണ്ട് അപ്പോഴേക്കും മേവൻ നമ്മുടെ ഡേ എംപയറിനെ അദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു ബോർഡർ എഡ്ജിൽ കൊണ്ടുവിടുന്നുണ്ട്. എംപയർ പ്രോമിസ് ചെയ്തിരുന്ന പോലെ മേവന്റെ മകളെ ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നാനൈറ്റ്സ്, ഡേയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഇമ്പീരിയൽ നാനൈറ്റ്സ് അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് മേവന് കൊടുത്തു. എന്നിട്ട് മേവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. യെസ്, എംപയർ ആരാമോൻ ഉത്തരവാദിത്തമില്ലെങ്കിലും ബോധമുള്ളവനാണ്. ഇവരിങ്ങോട്ട് വരുന്ന വഴി മേവൻ നൈസായിട്ട് എംപയർ ശ്രദ്ധിച്ചില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യുന്നുണ്ട് ഒരു ചെക്ക് പോയിന്റ് വെച്ച്. അതൊരു സൈൻ ആയിരുന്നു. എംപയറിനോട് ലോയലായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി കാണിക്കാൻ പോയാൽ എംപയർ വെറുതെ വിടുവോ? എന്തൊക്കെ പറഞ്ഞാണ് ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഇവന്റെ മകളുടെ ട്രീറ്റ്മെന്റ്, മകളെ ഭേദമാക്കാൻ നാനൈറ്റ്സ് കൊടുക്കാം, അതും പോരാഞ്ഞിട്ട് ഒരു പ്ലാനറ്റ് മുഴുവൻ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള അത്രയും പണം കൊടുക്കാവുന്ന വരെ എംപയർ സമ്മതിച്ചതാണ്. ഇദ്ദേഹത്തിന് ലോയലായി നിന്നിരുന്നെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കൊടുത്തേനെ. എന്നാൽ ഇതിനിടയിൽ
ഇതിനിടെ ഡബിൾ ഗെയിം കളിക്കാൻ പോയി എംപയറിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ? തീർച്ചയായും മണ്ടത്തരമാണ്. മേവനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഡേയുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത ഒരു നാനേഴ്സ് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്തു. ഡെമേഴ്സിലൊക്കെ ഇനിയിപ്പോൾ നാനേഴ്സ് ട്രാക്ക് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേവന്റെ ബോഡി മാത്രമേ കിട്ടുള്ളൂ. ലോയലായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഡേ എംപയർ മേവനെ വെറുതെ വിട്ടേനെയും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്തേനെയും അത്. എന്നാൽ ഈ പേടി കാരണം കാണിക്കുന്ന മണ്ടത്തരം ഉണ്ടല്ലോ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഡേ എംപയറിനെ ഡെമേഴ്സിലൊന്നും ഒരിക്കലും ട്രാക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോകാവുന്നിടത്തോളം ദൂരം താൻ പോകും, താൻ ആഗ്രഹിക്കുന്ന ലൈഫ് നേടാൻ പറ്റുന്നൊക്കെ താൻ ചെയ്യുമെന്ന് മനസ്സിലുറപ്പിച്ച് ഡേ എംപയറും മൈക്കോജനിലേക്ക് പോയി. എല്ലാം ഓക്കെ, ഡേ എംപയർ വളരെ ലോയലായിട്ടുള്ള മനുഷ്യനാണ്, പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണ്. ഇപ്പൊ ഇങ്ങേരോട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ആ സോങ്ങിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് അതിനും മാത്രമൊക്കെ അവൾ വർത്താണോ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ എന്താകും അവസ്ഥ കണ്ടറിയാം. ഇതേ സമയം നമ്മുടെ ഡോൺ എംപയറിനെ ഫോളോ ചെയ്ത് ചെല്ലുന്ന ആളുകളിൽ നിന്ന് ഗേല് പുള്ളിക്കാരുടെ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് ഇവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഇമ്പീരിയൽ സിസ്റ്റത്തിൽ എംപയർ ആയിട്ടുള്ള താൻ അടക്കം ഒരു അടിമയാണെന്ന് ഇപ്പോഴാണ് ഡോൺ ശരിക്കും മനസ്സിലാക്കുന്നത്. സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടെ തന്റെ പ്ലാനറ്റിൽ പോലും നടക്കാനുള്ള അവകാശം ഇദ്ദേഹത്തിന് ഇല്ലേ? ഗേലിനെ മീറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഉമാര് വന്നേക്കുന്നു. ഇങ്ങനെയൊക്കെ ആയതോടെ ഗേൽ പറയുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് കേൾക്കാം, അവൾ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാമെന്ന് ഡോൺ എംപയറും തീരുമാനിക്കുകയാണ്. ഗേൽ സിനാക്സ് പ്ലാനറ്റിൽ നിന്ന് ട്രാൻഡറിലേക്ക് പോകുമ്പോൾ സിനാക്സ് പ്ലാനറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് നല്ല ബോധമുണ്ട്. അവിടെ തന്നെ തുടർന്നാൽ തനിക്ക് ഒരു ഭാവിയില്ല, തന്റെ വേണ്ടപ്പെട്ടവരുടെ കൂടെ താനും ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ ട്രാൻഡറിലേക്ക് പോയത്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഡോൺ എംപയർ എന്നും പറയാം. ഇമ്പീരിയൽ സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ തുടർന്നാൽ ഈ നാശത്തിന്റെ ഭാഗമാകാം. പകരം ഗേലിന്റെ കൂടെ ചെല്ലാൻ സമ്മതിച്ചാൽ ഫ്യൂച്ചറിന് വേണ്ടി നല്ലതെന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഗാലക്സിയുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഗേൽ ഡോണിനെയും കൂട്ടി ബെഗർഷിപ്പിൽ ട്രാൻഡറിൽ നിന്ന് ജമ്പ് ചെയ്തു പോവാണ്. കേട്ടത് ശരിയാണ്, 100-300 വർഷമായെങ്കിലും ബെഗർഷിപ്പ് ഇപ്പോഴും അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും തെസ്പിയൻ ഐറ്റം അല്ലേ, അങ്ങനെ അങ്ങ് നശിച്ചു പോകത്തില്ലല്ലോ.